എം.വി. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണവുമായി കോടിയേരിയുടെ കുടുംബം. CPIM-ന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്ന ഭാര്യ വിനോദിനി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്നും വലിയ അവഗണന നേരിട്ടു. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ സുഖവിവരം അന്വേഷിച്ചില്ല എന്ന് വിനോദിനി. പച്ചക്കുതിര എന്ന മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ഗുരുതര ആരോപണങ്ങളാണ് വിനോദിനിയുടെ ഭാഗത്ത് നിന്ന്. സേതു, CPIM നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ കൂടിയായ വിനോദിനി കോടിയേരിയുടെ വിമർശനം. DC ബുക്സിന്റെ പച്ചക്കുതിര മാഗസിനിലാണ് ഈ വിമർശനങ്ങൾ ഉള്ളത്. കോടിയേരി മരിച്ച് 4 വർഷം കഴിയുകയാണ്. ഈ ഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് വലിയ അവഗണന നേരിട്ടിട്ടുണ്ട് എന്നാണ് വിനോദിനി ഈ ലേഖനത്തിൽ അഭിമുഖത്തിൽ പറയുന്നത്. മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെയാണോ? ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് പോലും പറഞ്ഞില്ല എന്ന് പറയുന്നു വിനോദിനി. സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല പറയുന്നത്, വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നല്ല, സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള ആരോപണമാണ് വിനോദിനി ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ശുപാർശയ്ക്കല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ ഞാൻ വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നത് എന്നോ മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ള ആരോപണം, ഉന്നം വെച്ചുള്ള ആരോപണം തന്നെയാണ് വിനോദിനി ഉന്നയിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും ആയിരുന്ന കോടിയേരിയുടെ മരണം നടന്ന 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഇത് എന്ന് പറയുന്നു. കുടുംബത്തോടുള്ള സമീപനമാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ എന്നുള്ള വിമർശനം ഉണ്ട്. ഇത് എൻ്റെ മാത്രം അനുഭവമായിരിക്കുമോ, അതോ എല്ലാ രംഗത്തും ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ ആരുമല്ലാതാവുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണോ എന്നുള്ള വിമർശനം ഈ പച്ചക്കുതിരയിൽ വിനോദിനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം ആ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ആ വലിയ നേതാവിൻ്റെ പേര് താങ്കൾ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഇന്നത്തെ അവസ്ഥയിൽ വായനക്കാർ ധരിക്കുക അത് പിണറായി വിജയനായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അല്ല, വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷം അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും എന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല എന്ന് പറയുകയാണ് വിനോദിനി. അത് കൃത്യമായും MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാനും കഴിയും. 4 വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് പോലും പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിനോദിനി ഉന്നയിക്കുന്നത്. താങ്കൾ ഇപ്പോഴും സജീവമായി പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് എന്നും ഈ പാർട്ടിയുടെ ആളായി തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന്